ഇപ്പോൾ ഏഷ്യാ ന്യൂസിനോടൊപ്പം ഫാഷൻ ഡിസൈനറായ രേവതി ജയൻ അവർ കൂടി ചേരുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഈ ഹണി റോസ് അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ വസ്ത്രധാരണ രീതിയെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ബോച്ചയടക്കം പിന്തുണച്ചുകൊണ്ടുവരുന്ന രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ പറയുന്നത് അവരുടെ വസ്ത്രധാരണ രീതി അത് ഒരു ഡ്രസ് കോഡ് അത് ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ്. രേവതി എന്തായാലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരു പക്ഷേ സിനിമാ മേഖലയിലും ഫാഷൻ മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ വസ്ത്രം അത് അവരുടെ ഈ ജോലിയുടെ ഭാഗമായി ഒഴിവാക്കാൻ കഴിയാത്തതാണ്. അത്തരം ഒരു വസ്ത്രത്തെ അല്ലെങ്കിൽ ആകാരത്തെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഈ വിമർശനം ഉന്നയിക്കുന്നത് ശരിയാണോ? എന്താണ് രേവതിക്ക് തോന്നുന്നത്? ഐ തിങ്ക് ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ള ഫ്രീഡം നമ്മുടെ ഈ നാട്ടിലുണ്ട്. ആൻഡ് ഓൾസോ നമ്മളൊരു ബോൾഡ് ആയിട്ട് കുറച്ച് മേ ബി ഡ്രസ്സപ്പ് ചെയ്യുമ്പം ഇങ്ങനത്തെ കമന്റ്സ് വരും എന്നുള്ളത് എക്സ്പെക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. ആൻഡ് ഓൾസോ ഐ ഗെസ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നിരന്തരമായിട്ട് ഒരു കമന്റ് വന്നതുകൊണ്ട് മാത്രമായിരിക്കും പ്രോബബ്ലി പുള്ളിക്കാരി ഇങ്ങനെ മൂവ് ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ മേ ബി ഷീ വുഡ് ഹാവ് ടേക്കൺ ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് ഇതെല്ലാം ഇഗ്നോർ ചെയ്യും. ബിക്കോസ് നമ്മുടെ പോസ്റ്റിലും കാര്യത്തിലൊക്കെ ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യും. അതിനൊക്കെ റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ ടൈം ഉണ്ടാവുള്ളൂ. സോ ഐ എം സെയിങ് ആർക്കും ആരുടെയും ഡ്രസ്സിംഗ് സെൻസിനെ പറ്റി ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒപ്പീനിയൻ പറയാനോ ഒന്നും യാതൊരുവിധ അധികാരമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ചോയ്സ് തന്നെയാണ്. അത് എങ്ങനെയാണോ അവര് അത് കാണുന്ന ആ രീതിയിൽ തന്നെ നമ്മൾ അത് കണ്ട് റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് മൈ ഒപ്പീനിയൻ. ആൻഡ് ഓൾസോ വി ലിവ് ഇൻ എ സ്റ്റേറ്റ്, നമുക്ക് 100% ലിറ്ററസി റേറ്റ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ. ആൻഡ് ഈ വക കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് വി ഷുഡ് ജസ്റ്റ് ലീവ് ഇറ്റ് അറ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ എന്നുള്ളതാണ് ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. ഇറ്റ്സ് ഇറ്റ്. പക്ഷെ സോഷ്യൽ മീഡിയ പലപ്പോഴും ഇപ്പൊ ഹണി റോസിന്റെ കാര്യത്തിലൊക്കെ അവർ ധരിച്ച വസ്ത്രത്തിനെയാണ് ചിലരെങ്കിലും കുറ്റപ്പെടുത്താൻ തയ്യാറാവുന്നത്. അങ്ങനെ ഒരു വസ്ത്രം, ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് വ്യക്തി സ്വാതന്ത്ര്യമാണല്ലോ. അതിലൊക്കെ സോഷ്യൽ മീഡിയ ഇടപെടുന്നതിനോട് രേവതിക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? യെസ്. ഇല്ല ഐ മീൻ കമന്റ്സ് വരും, അത് എക്സ്പെക്റ്റഡ്. ഇപ്പൊ നമ്മൾ ബോൾഡ് ആയിട്ട് നോർമലി എല്ലാവരും ഇടുന്നേക്കാളും ഒരു ബോൾഡ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ സ്റ്റൈലിൽ ഡ്രസ് ഇടുമ്പോൾ ഐ തിങ്ക് വി ഷുഡ് എക്സ്പെക്ട് ദാറ്റ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് മൂവ് ഓൺ. ആൻഡ് ഈ ഒപ്പീനിയൻ പറയുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതില് പേഴ്സണൽ അറ്റാക്ക് അല്ലാത്ത ഒരു രീതിയിൽ വരുന്ന കമന്റ്സിനെയൊക്കെ ഇഗ്നോർ ചെയ്യാൻ മുമ്പോട്ട് പോവാ. പുള്ളിക്കാരി ഇടുന്ന രീതിയോ അതിനെയൊന്നും പറ്റി എനിക്ക് യാതൊരു തെറ്റും തോന്നിയിട്ടില്ല. അതിലൊരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ല. ഐ തിങ്ക് ഓരോരുത്തരുടെ ഡ്രസ്സിംഗ് ചോയ്സസ് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ബി ഈസി ഫോർ ഓൾ അസ് ടു ലിവ് ആൻഡ് ലെറ്റ് ലിവ് ഈ ഒരു സൊസൈറ്റിയിൽ. അങ്ങനെ ആയിരിക്കും. ഇതാണ്, ദിസ് ഇസ് മൈ ഒപ്പീനിയൻ. എന്തായാലും ഈ ഹണി റോസ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്ത് വരുമ്പോൾ രേവതിയെ പോലുള്ള ആളുകൾ കരുതിയിട്ടുണ്ടായിരുന്നു ഇത്രയും ഉന്നതനായ ഒരാളാണ് അദ്ദേഹം, വലിയ വ്യവസായിയാണ്, അദ്ദേഹത്തിന് വലിയൊരു സമൂഹ മാധ്യമ പിന്തുണയുള്ള ഒരാളാണ്. അത്തരം ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു നടപടി രേവതി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇത്തരം പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് പോകുന്നതാണോ ഉചിതമായ കാര്യം? അല്ല, നടപടി വരുന്ന എക്സ്പെക്ട് ചെയ്തിരുന്നോന്ന് ചോദിച്ചാൽ ഇതൊരു ന്യൂസ് ആവും അറിയായിരുന്നു. ബട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്ന എക്സ്പെക്ട് ചെയ്തില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ. ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇനി ഇങ്ങനെ ഒന്നും പേഴ്സണലി അറ്റാക്ക് ചെയ്യത്തില്ലല്ലോ. അതിനൊരു എക്സാമ്പിൾ ആയതിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ.